നമസ്കാരം. മോർണിംഗ് ബ്രീഫിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4 ദിവസമായി നമുക്ക് നിഫ്റ്റി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് മൊമെന്റത്തിന് ചിലപ്പോൾ ഇന്നൊരു നെഗറ്റീവ് കറക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതാണ് മറ്റ് മാർക്കറ്റുകൾ നമുക്ക് നൽകുന്ന സൂചന. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേജർ ഇൻഡേഴ്സുകളെല്ലാം തന്നെ നെഗറ്റീവ് സെന്റിമെന്റ്സിലാണ് നിൽക്കുന്നത്. ജപ്പാൻ നിക്കി ഏകദേശം 1.5% കറക്ഷനിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50 പോയിന്റ് ഡൗൺ ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. അതിൽ തന്നെ CAC ഏകദേശം 1% അധികം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ അമേരിക്കൻ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇന്നലെ നാസ്ഡാക്ക് 1.5%, അവിടുത്തെ ടെക്നോളജി ഇൻഡീസസ് ആയിട്ടുള്ള നാസ്ഡാക്ക് 1.5% അധികം മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും എൻവിഡിയ പോലുള്ള സ്റ്റോക്ക് ഉണ്ടായിരുന്ന സെല്ലിംഗ് പ്രഷറാണ്. അതോടൊപ്പം തന്നെ S&Pയും ഏകദേശം 1% നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയായിരിക്കും നമുക്ക് നിഫ്റ്റിയിൽ ഉണ്ടാവുക. നിഫ്റ്റിയിൽ ഏകദേശം ഒരു നെഗറ്റീവ് കറക്ഷൻ, നെഗറ്റീവ് ഓപ്പണിംഗ് തന്നെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റിൽ ഒരു ഫർദർ മൊമെന്റം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മറ്റൊരു കാര്യം, പ്രധാനമായിട്ടും ഇപ്പോൾ വേൾഡ് നോക്കിക്കാണുന്നത് നമ്മുടെ ജാക്സൺ ഹോൾ എക്കണോമിക് സിമ്പോസിയം നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ജെറോം പവൽ വെള്ളിയാഴ്ച സംസാരിക്കും. അത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ നൽകുമോ എന്നുള്ളതാണ് ലോകം നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ വീണ്ടും ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇനി നോക്കാനുള്ളത് മേജർ സപ്പോർട്ട് ലെവൽസ് ആണ്. 24,860 റേഞ്ചിലാണ് നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് റേഞ്ച് ഉള്ളത്. അപ്സൈഡ് നോക്കുകയാണെങ്കിൽ 25,100 എന്നത് മേജർ ഹാർഡിലായിട്ട് തന്നെ നിൽക്കുന്നു. ഇന്നലെയും മാർക്കറ്റ് അതിന് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഒരു പോസിറ്റീവ് മൊമെന്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നലെ നിന്നെങ്കിലും റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ടുകൾ പോസിബിൾ ആയിരുന്നില്ല. അപ്പോൾ ഇന്ന് സപ്പോർട്ടുകൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് മൊമെന്റം നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു സെൽ ഓഫിനുള്ള സാധ്യത, ഒരു ലാഭമെടുപ്പിനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് മറ്റ് ഇൻഡേഴ്സുകളും സൂചിപ്പിക്കുന്നത്. എവർക്കും ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.